മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBIക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങാനാണ് സാധ്യത. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് നടപടി. കേസിൽ CBIയുടെ നിലപാട് നിർണായകമാണ്. അതേസമയം CBI അന്വേഷണത്തെ ഏൽപ്പിക്കുന്നതിൽ CPMന്റെ എതിർപ്പ് തുടരുകയാണ്. CPM നേതാവ് PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്നാണ് ഇത് സംബന്ധിച്ച സർക്കാരിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം. അതുകൊണ്ട് ഇന്നത്തെ നീക്കം നിർണായകമാണ്. ഇന്നത്തെ ഒരു പകൽ ഇത് സംബന്ധിച്ച കേസിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങും. പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇക്കാര്യത്തിൽ CBI ആണ് എന്ന പ്രത്യേകതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മുമ്പ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും നവീൻ ബാബു കേസിലെ CBI അന്വേഷണ ആവശ്യം കോടതി നിരസിച്ചതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാടെടുത്തെങ്കിൽ കൂടിയും CBI കേസ് ഏറ്റെടുക്കുമോ, എന്തായിരിക്കും നീക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറുകയാണ്. എന്തായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണ്. ഇതിനിടയിൽ തലശ്ശേരി കോടതിയുടെ നിർദ്ദേശപ്രകാരം PP ദിവ്യക്കെതിരെ നടക്കുന്ന വിശദമായ അന്വേഷണം തുടരുകയാണ്. കാരണം വിവിധ വിഷയങ്ങളിലാണ് തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. ആ തുടരന്വേഷണം തുടരുകയാണ്. അത് ഇപ്പോഴും അന്വേഷണ നടപടികളുടെ ഭാഗമായുള്ള നീക്കങ്ങൾ കൂടി ഇന്ന് തലശ്ശേരി കോടതിയിൽ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസങ്ങളൊക്കെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസമാണ് കുടുംബം നവീൻ ബാബു വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടത്. CBI അന്വേഷണം ആവശ്യം അവർ ഉന്നയിച്ചത്. ഒടുവിൽ ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് സർക്കാർ രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നു. ഇന്ന് വിജ്ഞാപനം ഇറങ്ങുന്നു. ഇനി CBI വരുമോ എന്ന കാത്തിരിപ്പാണ് ഇനി ഉണ്ടാവുന്നത്. നമുക്ക് ഇതുവരെ ഈ കേസിൽ നടന്ന അന്വേഷണ നീക്കങ്ങൾ കൂടി പരിശോധിക്കാം. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ഇത് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഒടുവിൽ PP ദിവ്യയെ ഏകപ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. യാത്രയപ്പ് ചടങ്ങിൽ അപമാനിക്കാനും ദുഷ്പ്രചരണം നടത്താനും ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. നവീൻ ബാബുവിന്റെ കുടുംബം അന്വേഷണം അപൂർണമാണെന്നും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ലെന്നും ആരോപിച്ചു. ഒടുവിൽ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലെത്തിയെങ്കിലും കോടതി അന്വേഷണം നിരസിക്കുകയാണ് ചെയ്തത്. KV ബൈജു ഉണ്ട് നമുക്കൊപ്പം. ബൈജു, തുടരന്വേഷണം, അതായത് വിശദമായ അന്വേഷണം വേണമെന്ന കാര്യം കോടതി അംഗീകരിച്ച് അത് നടക്കുകയാണ്. അത് ഇതുവരെ അതിൻ്റെ റിപ്പോർട്ട് എത്തിയിട്ടില്ല. ഇതിനിടയിലാണ് CBI അന്വേഷണം എന്ന തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്യുന്നത്. ഇന്ന് എന്ത് നടപടിക്രമമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്? വിശദമായ അന്വേഷണം, അവരുടെ ഫോൺ രേഖ പരിശോധിക്കണം, സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപമുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കണം, ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യങ്ങളൊക്കെയാണോ ഇന്ന് കോടതി നടപടികളുടെ ഭാഗമായി വരുന്നത്? ഇന്ന് എന്താണ് കോടതിയിൽ നടക്കുന്നത്? ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിൽ 4 ആവശ്യങ്ങളിലാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയത്. അതിൽ ഏറ്റവും പ്രധാനം ഈ കേസിൽ ഈ നവീൻ ബാബുവിന്റെ ഈ ഒരു ദൃശ്യം, അതായത് പ്രശാന്ത് ഇവിടെ പണം കൊണ്ടുപോയി എന്ന് പറയുന്ന CCTV, അതിന്റെ പൂർണ്ണമായ ദൃശ്യം വേണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. മാത്രമല്ല ആധികാരികവും അത് കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളായിരിക്കണം. അത് മാത്രമല്ല അത് പൂർണ്ണമായും ആ വീഡിയോ വേണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. അങ്ങനെ 4 ആവശ്യങ്ങൾ കോടതി അംഗീകരിച്ചു. അതിന്മേലുള്ള റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അങ്ങനെ ആ ഒരു റിപ്പോർട്ടിന്മേൽ കോടതി പരിശോധന നടത്തി. ഇതിലൊരു തുടരന്വേഷണം വേണമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമായും കോടതിയുടെ ഭാഗത്തുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകും. അതുതന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനം. അതോടൊപ്പം CBI അന്വേഷണം കൂടി ഇതിൽ UDF സർക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ ഓർക്കണം, ഒരു പാർട്ടി പ്രവർത്തകനായിരുന്ന നവീൻ ബാബു, അദ്ദേഹത്തിന് ആ പാർട്ടിയുടെ ഭരണത്തിൽ ഏതെങ്കിലും തരത്തിൽ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. UDF സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും ഇപ്പോൾ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതാണ് ഈ കേസിൽ ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പ്രതിരോധിക്കാൻ CPM രംഗത്ത് വന്നിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് KK രാഗേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ CBI അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ കുടുംബം അത്തരത്തിൽ ആവശ്യപ്പെടുന്നതെന്നാണ് അവർ പറയുന്നത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയൊരു കേസിൽ വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് അത് കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ഒരു ആരോപണവുമായി CPM ഇപ്പോൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഈ തുടരന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഈ കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത് ഈ ഒരു അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നതിനാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞത്, അന്നത്തെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച
ഈ ACP ആയ രത്നകുമാർ പിന്നീട് വിരമിച്ചതിന് ശേഷം CPM-ന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയും അങ്ങനെ വിജയിക്കുകയും കൗൺസിലറാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ആ കേസ് പോലീസ് കൃത്യമായി അന്വേഷിച്ചത്. ഇതിൽ കേസിൽ ഒറ്റ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. PP ദിവ്യ മാത്രമാണ് ഈ കേസിലെ ഒരു പ്രതി മാത്രമാണുള്ളത്. ഈ പ്രശാന്തിന്റെ ഈ സംബന്ധിച്ച അന്വേഷണം നടത്തണം. പ്രശാന്തിന്റെ ബിനാമി ഇടപാടുകളാണോ എന്നത് സംബന്ധിച്ച് PP ദിവ്യ ബിനാമി ഇടപാടുകൾ എന്നൊക്കെയാണ് കുടുംബം പറയുന്നത്. അത് സമഗ്രമായ അന്വേഷണം വേണം. അതോടൊപ്പം PP ദിവ്യയുടെ കയ്യിൽ 2 ഫോണുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഫോൺ മാത്രമാണ് പരിശോധന നടത്തിയത്. അതിപ്പോൾ തുടരന്വേഷണ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ടിൽ അതും കൂടി ഉൾപ്പെടുന്നുണ്ട്. ആ ഒരു ഫോൺ കൂടി അതിന്റെ 2 വർഷത്തെ കൃത്യമായ കോൾ റെക്കോർഡ് ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക രണ്ടാമത്തെ അന്വേഷണത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അത്തരം കാര്യങ്ങളിലുള്ള ഏതെങ്കിലും ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് കോടതിക്ക് തെളിഞ്ഞാൽ അതിലൊരു തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടേക്കാം. ഏതായാലും അത് ഇന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ നേരത്തെ ഉണ്ടായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല, അതായത് ഇവർ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള അന്വേഷണത്തിൽ ഒരു വിശ്വാസവുമില്ല. ഇനി CBI അന്വേഷണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് കുടുംബം പറയുന്നു. അതിൽ UDF സർക്കാരിൽ വിശ്വാസം അർപ്പിച്ച് കുടുംബം നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയിൽ, അതായത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമോ വേണ്ടയോ എന്നെ സംബന്ധിച്ച ഒരു തീരുമാനം വരേണ്ടത്. ഒരു ഭാഗത്ത് CBI അന്വേഷണത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം കോടതി ഈ 4 ആവശ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 13 ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിൽ 4 ആവശ്യങ്ങൾ കോടതി അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ 13 സാക്ഷികളെ ഇതിൽ ഇപ്പോൾ വീണ്ടും ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി പോലീസ് ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു. അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PP ദിവ്യ ഈ ആരോപണം ഉന്നയിച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇതിൽ പ്രശാന്തിന്റെ ബാങ്കിന്റെ അതായത് സ്വർണം പണയം വെച്ചാണ് ഈ പണം കൈക്കൂലിയായി നൽകിയെന്നാണ് പ്രശാന്ത് PP ദിവ്യയോട് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ബാങ്കിലുള്ള ആ സ്റ്റേറ്റ്മെന്റ്, അതോടൊപ്പം CCTV ദൃശ്യം, ഈ പ്രശാന്ത് കൈക്കൂലി നൽകാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന പൂർണ്ണമായ CCTV ദൃശ്യം, അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PP ദിവ്യയുടെ കയ്യിലുണ്ടായിരുന്ന 2 ഫോണുകളിൽ നിന്നുള്ള ആ 2 ഫോണിലെയും, അതായത് ഒരു ഫോൺ മാത്രമാണ് ആദ്യ കുറ്റപത്രത്തിൽ ഈ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 ഫോൺ, ഔദ്യോഗിക ഫോണും പേഴ്സണൽ ഫോണും, ഈ 2 ഫോണിലെയും മുഴുവൻ കോൾ റെക്കോർഡും അതും ഏതായാലും കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഒരു ഉത്തരവ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും വീണ്ടും PP ദിവ്യയുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട ഈ വിഷയം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു കേസാണ് CBIക്ക് വിട്ടുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസ് മാറുക എന്നതും വളരെ പ്രധാനമാണ്. അതോടൊപ്പം CBI ഈ കേസ് ഏറ്റെടുക്കുമോ, ഒരു അന്വേഷണം CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതും വളരെ പ്രധാനമാണ്. ഏതായാലും നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും CBI അന്വേഷണം വേണ്ട എന്ന് ഉത്തരവുണ്ട്. അത് പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരവ് വന്നത്. കേരള പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന ധരിപ്പിച്ചതിനെ തുടർന്നാണ് ആ രീതിയിലുള്ള അന്വേഷണം മതി, CBI അന്വേഷണം വേണ്ടെന്ന് വന്നു. പക്ഷേ സർക്കാർ തന്നെ UDF സർക്കാർ തന്നെ ഇങ്ങനെ ഒരു CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമ്പോൾ ഇനി ഏത് രീതിയിലാണ് ഈ കാര്യം മുന്നോട്ട് പോകുന്നതെന്നും വളരെ പ്രധാനമാണ്. ഏതായാലും തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, അതാണ് സംഭവിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി CBIക്ക് വിട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ ഇതിൽ CBI അന്വേഷണം ഏറ്റെടുക്കുമോ? മുൻകാലങ്ങളിൽ നിരസിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് എന്നതാണ് നവീൻ ബാബു കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ നോക്കുന്നത് ഇതുവരെ എന്താണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങൾ, നീക്കങ്ങൾ എന്ന കാര്യം കൂടിയാണ്. നോക്കുക, പ്രത്യേക അന്വേഷണ സംഘം ആദ്യം അന്വേഷണം നടക്കുന്നു. PP ദിവ്യയെ ഏകപ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. യാത്രയയപ്പ് ചടങ്ങിൽ അപമാനിക്കാനും ദുഷ്പ്രചരണം നടത്താനും ഗൂഢാലോചന നടത്തി എന്നതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. അതായത് PP ദിവ്യക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ കണ്ടെത്തൽ ഇതാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബം പക്ഷേ ഈ അന്വേഷണം അപൂർണമാണെന്ന് വാദിക്കുന്നു. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചില്ലെന്ന് വാദിക്കുന്നു. അങ്ങനെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും പക്ഷേ കോടതി ഈ CBI അന്വേഷണ ആവശ്യം നിരസിച്ചു എന്നതാണ് പിന്നീട് സംഭവിച്ചത്. ഒടുവിൽ പിന്നീട് എന്ത് സംഭവിച്ചു? വീണ്ടും അവർ കോടതിയിലെത്തുന്നു കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഒടുവിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കൂടുതൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത്. അന്വേഷണം നടത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. PP ദിവ്യയുടെ ഔദ്യോഗിക ഫോൺ രേഖകൾ പരിശോധിക്കുക, TV പ്രശാന്തൻ്റെ കൈക്കൂലി ആരോപണം, അതായത് പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി
ഈ നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടു. അത് TV പ്രശാന്താണ് ഉന്നയിച്ചത്. പ്രശാന്തിന്റെ കൈക്കൂലി ആരോപണം പരിശോധിക്കുക എന്നതായിരുന്നു പുതിയൊരു നീക്കം. ഒപ്പം വിജിലൻസ് പരാതി നേരത്തെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കണം. കൈക്കൂലി നൽകിയെന്ന അവകാശവാദത്തിന്റെ സാമ്പത്തിക ഉറവിടം പരിശോധിക്കുക. ഇതൊക്കെയായിരുന്നു പ്രധാനമായും കൂടുതൽ അന്വേഷണത്തിൽ. പക്ഷേ ഇതിപ്പോഴും ഇതിൻ്റെ നടപടിക്രമങ്ങളിലാണ്. ഇതുവരെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി എന്തുണ്ടാകുമെന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നവീൻ ബാബുവിൻ്റെ അന്വേഷണത്തിൽ, നവീൻ ബാബു കേസിൽ CBI വരുമോ? കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിനൊപ്പം CBIയുടെ നിലപാടുകൾ ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ഈ കേസിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ കേസിൻ്റെ നടപടികളും ഏറെ നിർണായകമാകുമെന്ന് ഉറപ്പാണ് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ കേസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് ഇനി നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നത്.